നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഇരമ്യാവ് 29:16. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വരന്റെ തന്നെ നാമത്തിൽ ഈ വ്യാഴാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവദിനമായി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവകൃപാലുവ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവജന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. നാം വായിച്ചതുപോലെ ഇരമ്യാ പ്രവചനം 29:12 നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്നു പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഈ നല്ല വചനത്തിൽ ഓർത്തുവന്നും ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടെന്ന് ചില നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളില്ലേ? ഇന്ന് പകലിൽ ഇന്നലകളിൽ ലഭിച്ചിട്ടില്ലാത്ത, കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു മറുപടി നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തൊട്ട് മുകളിലുള്ള വചനം ഇങ്ങനെ പറയും: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രതികൂലങ്ങൾ, കടന്നു പോകുന്ന ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. അമ്പിട്ട് പറയാ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്നു പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ കാലം നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടെന്ന് ഇന്ന് പകല് ദൈവ സന്ദേശം കൈമാറുകയാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്നു പ്രാർത്ഥിക്കുന്ന, ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ആ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന, ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് കേട്ടോ. സംശയിക്കേണ്ട. ഈ ദിവസങ്ങളിൽ ആ മറുപടി നീ കാണാൻ പോവാ. രാമേ പറയാമോ? ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്വന്തം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്നു പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും എന്ന വചനത്താൽ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടികൾ ഈ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി ശ്രദ്ധിക്കുന്നു. ഈ വോയിസ് കേൾക്കുന്ന നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വലിയ കഷ്ടതയിൽ നിന്ന്, വലിയ രോഗത്തിൽ നിന്ന്, വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ആ കടഭാരത്തിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ വീണ്ടും ചില വിടുതലുകൾ നിന്റെ മക്കൾ കാണട്ടെ. ചില അത്ഭുതങ്ങൾ ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.